നമസ്കാരം. നമ്മുടെ കേരളത്തിലും മറ്റു പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ ഗവൺമെൻറ് അധികാരമേൽക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് കേരളത്തിലും പിന്നെ ഇന്നലെ വാർത്ത കേട്ടതനുസരിച്ച് ബംഗാളിലും വന്ന ഒരു പരിഷ്കാരമാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര തുടങ്ങാൻ പോകുന്നു എന്നുള്ളത്. കേരളത്തിൽ ഇത് പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരുന്നു UDFൻ്റെ. ബംഗാളിൽ BJP പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു ഇല്ലെന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം അധികാരത്തിലേറി ഒരു ദിവസത്തിനകം ഇത്തരം ഉത്തരവ് വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ റിഗാർഡ്ലെസ് ഓഫ് ദ സ്റ്റേറ്റ്, റിഗാർഡ്ലെസ് ഓഫ് വിച്ച് പാർട്ടി ഈസ് ഗവേണിംഗ്, ഇത്തരത്തിലുള്ള ഒരു ഫ്രീബി സംസ്കാരത്തോട് ഉള്ളൊരു വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവിടെ ആർക്കും ഒന്നും ഫ്രീ കൊടുക്കരുത് എന്നൊരിക്കലും പറയില്ല. യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്നവർക്ക്, ഇപ്പോൾ ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ഉള്ളവർ, അങ്ങനെയുള്ള യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ സമീപനം, ഒരു എക്സ്ട്രാ ഫ്രീ വേണ്ടവർക്ക് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ വേണ്ടവർക്ക് അത് കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അതൊരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ കടമ തന്നെയാണ് തീർച്ചയായിട്ടും. ഇക്വിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളോട് ചേർന്ന് പോകുന്നതാണ് അത്. എന്നാൽ സ്ത്രീയാണ് എന്നുള്ളൊരു മാനദണ്ഡത്തിൻ്റെ പേരിൽ മാത്രം റിഗാർഡ്ലെസ് ഓഫ് ദ ഫിനാൻഷ്യൽ സോഷ്യൽ കണ്ടീഷൻ ബ്ലാങ്കറ്റായിട്ട് എല്ലാവർക്കും ഫ്രീ ട്രാവൽ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഒരു ശരിയായ നടപടിയല്ല. അത് ഫിനാൻഷ്യലി ഓൾറെഡി വളരെ വളരെ നഷ്ടത്തിലുള്ള KSRTCയെ ഇനിയും നഷ്ടത്തിലേക്കാണ് നയിക്കുക എന്ന് തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിയൊന്നും ആവശ്യമില്ല, അല്ലേ? ഇപ്പോൾ തന്നെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ എല്ലാം ബുദ്ധിമുട്ടുകയാണ്. എത്രയോ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണുള്ളത്. അങ്ങനെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, എങ്ങനെയും പിടിച്ചു കയറാൻ എന്തെങ്കിലും വഴികൾ നോക്കുന്ന KSRTC പോലെ ഒരു സ്ഥാപനത്തിന് ഇത്തരത്തിലുള്ള ഒരു സോക്കോൾഡ് ജനപ്രിയ നടപടി താങ്ങാനാകുമോ എന്നറിയില്ല. ഇത് ജനപ്രിയമാകുമോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ജനപ്രിയമാകും. കാര്യം എപ്പോഴാണെങ്കിലും എന്താണെങ്കിലും ഫ്രീ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മലയാളികൾക്ക് അങ്ങനെയാണ്, പുറം നാടുകളിൽ അങ്ങനെ തന്നെയായിരിക്കും. കാര്യം മനുഷ്യൻ്റെ ബേസിക് സ്വഭാവമൊക്കെ എല്ലായിടത്തും കുറേയൊക്കെ സിമിലറാണ്. അപ്പോൾ ജനപ്രിയമായിരിക്കും. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചെയ്യുന്നതിന് ഒരു പരിധി കഴിഞ്ഞ് കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ പ്രകടന പത്രികയിൽ തന്നെ ഇത്തരത്തിലൊരു കാര്യം വരാൻ പാടില്ലായിരുന്നു. അത് ഒന്നുകിൽ പാർട്ടികൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസിൽ ഒരു അനുകൂല തരംഗം ഉണ്ടാവില്ല എന്നുള്ള ലെവലിലേക്ക്, ആ ഒരു ബോധവൽക്കരണ തലത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക് ജനങ്ങൾ ഉയരണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കണം. ഇത്തരത്തിലുള്ള ഫ്രീബികൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുകൂലമായൊരു തരംഗം ഉണ്ടാകും. ഇവിടെ ഒരു കാര്യം എടുത്ത് പറയുക, ഈ ഒരു ഇത് കൊടുത്തതുകൊണ്ടാണ് UDF ജയിച്ചതെന്ന് അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരുപാട് കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഇതും വൺ ഓഫ് ദ മെനി റീസൺസ് ആയി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയൊരു പിന്തുണ ഉണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടികൾ എവിടെയാണെങ്കിലും ആരാണെങ്കിലും അത് തുടരുക തന്നെ ചെയ്യും. UDF ഓ BJP ഓ LDF ഓ ആരോ ആയിക്കോട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ ഇതിൽ വീഴുകയില്ല എന്നുള്ള പദം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാർട്ടികൾ നിർത്തുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ശക്തമായ നിയമങ്ങൾ വേണം. നിയമങ്ങൾ മൂലം ഇതൊക്കെ നിരോധിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നല്ലത്. നിരോധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രകടന പത്രികയിൽ ഒരു കാര്യം പറയുമ്പോൾ അത് എങ്ങനെയാണ് അതിനുള്ള സോഴ്സ് കണ്ടെത്താൻ കഴിയുന്നത്, അതിൻ്റെ ഫണ്ടിങ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കാതെ അത് അങ്ങനെ പറയാൻ കഴിയരുത്. ആർക്കും എന്തും എപ്പോഴും ഫ്രീ കൊടുക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്നത് നല്ലതല്ല. ഇവിടെ ഗവൺമെൻറ്റ്സ് ഏത് പാർട്ടിയുടെ ആരാണെങ്കിലും കെയർ ടേക്കേഴ്സ് മാത്രമാണ്. നമ്മുടെ ഭരണഘടനയാണ് പ്രധാനം എന്നുള്ളത് മറക്കരുത്. അപ്പോൾ വ്യക്തമായിട്ട് സോഴ്സിൽ, അത് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ടാക്സ് പേയേഴ്സ് മണി തന്നെയല്ല ഇത് എടുക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തമായ സോഴ്സ് കിട്ടാതെ ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു ജനറൽ സിസ്റ്റത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലാത്ത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് നിയമം മൂലം തന്നെ തടയേണ്ടതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ നിയമം ഫ്രെയിം ചെയ്യേണ്ടതെന്ന് പറയാൻ ഞാനൊരു ലീഗൽ എക്സ്പേർട്ട് അല്ല. പക്ഷേ അങ്ങനെ ഒരു നിയമം ഇല്ലാത്തിടത്തോളം ഏതൊരു പാർട്ടിയാണെങ്കിലും നിയമം ഇല്ലാതിരിക്കുകയും ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അനുകൂലമായിട്ട് ജനങ്ങൾ പ്രതികരിക്കുമെന്ന് ഉറപ്പുണ്ടാകത്തോളം കാലം പാർട്ടികൾ ഇത് തുടരുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലും ഇത് ജനങ്ങൾക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കി സ്വയം ഉത്തരവാദിത്തത്തോടെ ഇത് ചെയ്യാതിരിക്കത്തക്കവണ്ണമുള്ള തലത്തിലേക്കൊന്നും ഒരു പ്രസ്ഥാനങ്ങളും ഉയർന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം വന്നു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഞങ്ങൾ ടെംപ്റ്റഡ് ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉയരാനുള്ള ആ ഒരു തലത്തിലേക്ക് ജനങ്ങളും ഉയർന്നിട്ടില്ല എന്നുള്ള വസ്തുത തന്നെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഇത്തരം ഫ്രീബി കൾച്ചേഴ്സും ജനപ്രിയ നടപടികളും അതിൻ്റെ പേരിലുള്ള വോട്ടുകളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇവൻച്വലി ജനങ്ങൾ തന്നെയാണ്, നമ്മുടെ സിസ്റ്റം തന്നെയാണ് ഇതിൽ ലൂസിങ് എൻഡിൽ വരുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു ഉയർന്ന സാമ്പത്തിക അവസ്ഥയിലുള്ള, സാമൂഹിക അവസ്ഥയിലുള്ള ഒരാൾ സ്ത്രീയാണ് എന്നുള്ളതുകൊണ്ട് മാത്രം അവർക്ക് എന്തിനാണ് ഫ്രീ ട്രാവൽ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഇത് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണെന്നല്ല പറഞ്ഞത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി തന്നെയാണ്. മാറ്റം വരുന്നുണ്ട് എങ്കിൽ പോലും സ്റ്റിൽ അവേഴ്സ് ഇസ് എ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എവറി ഫീമെയിൽ റിസോഴ്സ് എ ഫ്രീബി ഓർ എ സ്പെഷ്യൽ അറ്റൻഷൻ. അതല്ല അതിൻ്റെ അർത്ഥം. ഇത് എല്ലാ കാര്യത്തിലും എൻ്റെ അഭിപ്രായം തന്നെയാണ്. നമ്മുടെ ജനനത്തിൽ നമ്മുടെ ചോയ്സ് കൊണ്ടല്ലാതെ വരുന്നൊരവസ്ഥയുടെ പേരിൽ മാത്രമായിട്ട് ഒരു ആനുകൂല്യം വരുമ്പോൾ അതൊരു ശരിയായ കാര്യമല്ല. ഇത് പാട്രിയാർക്കൽ സൊസൈറ്റി ആണെങ്കിലും
സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ ഡിസഡ്വാൻറ്റേജ്ഡ് ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് ജാതിയുടെ ഏത് കേസിലേക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ ഇപ്പോഴും സ്റ്റിൽ ജാതി വ്യവസ്ഥ എല്ലാം ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് പ്രകടമായിട്ടില്ലായിരിക്കും, എങ്കിലും പല സംസ്ഥാനങ്ങളിലും പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾ ഒരു സോക്കോൾഡ് ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സോക്കോൾഡ് എന്ന് എടുത്ത് പറയുന്നു, ആരും ലോവറും ഹയറും ഒന്നുമല്ല ആണെന്നുള്ളതുകൊണ്ട് മാത്രം ബ്ലാങ്കറ്റ് ഫ്രീ ബീസ് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ ഹൃദയഭാഷ എന്നുള്ള പുസ്തകത്തിൽ ദോഷകഥയിൽ ഞാനിത് ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏതൊരു കാര്യത്തിലും അതിൻ്റെ അർത്ഥം എല്ലാവരും ഈക്വലായി എന്നല്ല. ഇവിടെ വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പക്ഷേ അത് യൂണിഫോമായിട്ട് എല്ലാവർക്കും ഒരു ഫ്രീ ബീസ് കൊടുക്കേണ്ട രീതിയിലല്ല, ആ ഒരു രീതിയിലല്ല നമ്മൾ അതിനെ കോമ്പാക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇവിടെ നമ്മൾ ജനങ്ങളെ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ, മറു പാർട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അല്ല, അങ്ങനെ ഒരു സമീപനം എടുത്തു കഴിഞ്ഞാൽ അതിൽ സത്യസന്ധത ഉണ്ടാവില്ല. ഏതൊരു പാർട്ടി ചെയ്താലും ഞാൻ അനുകൂലിക്കുന്ന പാർട്ടിയോ ഞാൻ പ്രതികൂലിക്കുന്ന പാർട്ടിയോ നമ്മുടെ സംസ്ഥാനത്തുള്ള പാർട്ടിയോ വേറെ സംസ്ഥാനത്തുള്ള പാർട്ടിയോ ആര് ചെയ്താലും ആശയപരമായിട്ട് നൈതികമായിട്ട് ഫിനാൻഷ്യലി ശരിയല്ലാത്തൊരു കാര്യം, രാജ്യത്തിന് മൊത്തം നല്ലതല്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ പിന്തുണയ്ക്കില്ല എന്നുള്ള തരത്തിലേക്ക് ആളുകൾ ഉയരേണ്ടതാണ്. ഐഡിയലി ഐ വുഡ് സേ കേരളം പോലെ വളരെ പ്രബുദ്ധരെന്ന് പറയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു സൗകര്യം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം സ്ത്രീകൾ കുറച്ചും കൂടി കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഇത് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, അതൊരു ഐഡിയൽ സിനാരിയോ പോലെ തോന്നാം. പക്ഷേ ഇതല്ല നമുക്ക് വേണ്ടത് എന്നുള്ളൊരു പ്രതിഷേധ സൂചകമായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ കഴിയുന്നവരെങ്കിലും ഇതെനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ ഇതൊരു നല്ലൊരു മുന്നേറ്റമാകുമായിരുന്നു. പക്ഷേ ഇത് ഒരു പുരുഷനായി ഞാൻ പറയുമ്പോൾ അത് എപ്പോഴും അതൊരു വിമർശനാത്മകമായിട്ട് എടുക്കുകയുള്ളൂ, അതെനിക്കറിയാം. പക്ഷേ എന്നാലും എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നവർക്ക് എൻ്റെ അഭിപ്രായങ്ങളുടെ സത്യസന്ധതയും മനസ്സിലാകും. വെറുതെ ഇരുന്ന് പ്രസംഗിച്ച് പോവുക എന്നുള്ള രീതിയല്ല ചെയ്യാറ്. ശരിക്കും ഈ ഒരു ആശയത്തിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാനിത് പറയാറുണ്ട്. എൻ്റെ വീഡിയോസ് കുറേയൊക്കെ കാണുന്നവർക്ക് അത് മനസ്സിലാകും. പണ്ട് എവിടെയോ വായിച്ച പോലെ നമ്മൾ ഒരാൾക്കൊരു മീൻ കൊടുത്താൽ ഒരു ദിവസത്തേക്ക് അവരെ വിശപ്പ് മാറ്റും, പക്ഷേ അവരെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ അവർക്ക് ജീവിതകാലം മുഴുവൻ അതൊരു നല്ലൊരു അസറ്റാവും അവർക്ക്. അതുപോലെ ഫ്രീ ബീസ് കൊടുത്തല്ല നമ്മൾ സ്ത്രീ ശാക്തീകരണം ചെയ്യേണ്ടത്. സ്ത്രീകൾ പരിഗണന അർഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, അവിടെയാണ് നമ്മൾ സ്ത്രീ ശാക്തീകരണം കൊണ്ടുവരേണ്ടത്. അപ്പോൾ സ്ത്രീ ശാക്തീകരണവും സ്ത്രീകൾക്ക് അനുകൂലമായ നടപടികളും എല്ലാം വേണം, പക്ഷേ അത് ഇങ്ങനെയല്ല. ദിസ് ഈസ് നോട്ട് ദ വേ, അല്ലേ? Certainly this is not the way, especially when it comes to institutions like KSRTC, അല്ലേ? പ്രിയം ഹിതം എന്നുള്ള രണ്ട് വാക്കുകൾ പേഴ്സണൽ കോൺടാക്ട്സിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ നമ്പർ 200. ഇവിടെ രാജ്യത്തിന് മൊത്തമായിട്ട് എടുത്താൽ തന്നെ, സംസ്ഥാനമോ രാജ്യമോ നാടിന് എടുത്താൽ മതി, എടുത്താൽ തന്നെയും പ്രിയകരമായുള്ള നടപടികൾ ഹിതകരം കൂടി അല്ലെങ്കിൽ അത് പ്രിയകരമാണെന്നുള്ളത് മാത്രം അത് ചെയ്യുന്നത് ഒരു നല്ല രീതിയല്ല. ഇത് പ്രകടന പത്രികയിൽ വന്നപ്പോൾ തന്നെ ഇതിന് എതിർപ്പുകൾ ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷേ അൺലക്കിലി ഉണ്ടായില്ല. അപ്പോൾ വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ്സ് ഗോയിങ് ടു കണ്ടിന്യൂ. എത്ര നാളത്തേക്ക് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വരും, ഹൂ ബിയേഴ്സ് ദ ബ്രണ്ട് ഓഫ് ദിസ് ലോസ് എന്നുള്ളതൊക്കെ ചോദിക്കപ്പെടേണ്ട ചോദ്യങ്ങളാണ്. ഇനി ഇത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇത് ഫീസിബിൾ അല്ല എന്ന് കണ്ട് നിർത്താൻ തുടങ്ങുമ്പോഴും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഇത് നിർത്തി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഇത്തരത്തിലുള്ള നടക്കാത്ത, പ്രായോഗികമല്ലാത്ത, ശരിയല്ലാത്തൊരു നടപടി തുടക്കത്തിൽ എന്തിനു കൊണ്ടുവന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ പ്രതിപക്ഷം എന്തിനാണ് നിർത്തിയെന്ന് ചോദിക്കാൻ തുടങ്ങിയാൽ അവരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു എതിർപ്പ് ഒഴിവാക്കാനോ വേണ്ടി വീണ്ടും ഇത് തുടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നിയമവ്യവസ്ഥ, ഭരണപക്ഷം, പ്രതിപക്ഷം, ജനങ്ങൾ എല്ലാവരും കുറച്ചുകൂടി ഒരു മയോപിക് വിഷൻ ഉപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു ലോങ് ടേം, അതിൻ്റെ ഒരു അന്തസത്ത ഉൾക്കൊണ്ട് ഒരു ലോങ് ടേം, ഒരു നല്ലൊരു മെച്യൂറായിട്ടുള്ള ജനാധിപത്യ ബോധത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നാണെങ്കിലും ഭാവിയിൽ ഇതുപോലത്തെ ഫ്രീ ബീസിൽ നിന്നാണെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതർവൈസ് ദിസ് ഇസ് നോട്ട് ദ വേ. നമുക്കൊരു കാര്യം പെട്ടെന്ന്, ഇപ്പോൾ നമ്മുടെ വീട്ടിലും സ്ത്രീകളുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, പെൺമക്കളുടെ പെൺമക്കളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം എൻ്റെ ആനുകൂല്യം കിട്ടും, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ ഭാര്യയും യാത്ര ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് ആശയപരമായിട്ടത് ശരിയല്ല, അങ്ങനെയല്ല. ദിസ് ഇസ് നോട്ട് ദ വേ എന്നുള്ളത്. ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് many people from our own family and sometimes we ourselves get the advantage of that, it's not fair, it's not right, അല്ലേ? അപ്പോൾ ഐഡിയലി പറഞ്ഞാൽ എനിക്ക് ആനുകൂല്യം വേണ്ട എന്ന് പറഞ്ഞ് ഇത് റിജക്റ്റ് ചെയ്യാനായിട്ട് സാമ്പത്തികമായിട്ട് കഴിയുന്നവർ, അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു വിപ്ലവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചിന്തിക്കുക, ഇതൊരു അൺപോപ്പുലർ ഒപ്പീനിയനാണ്, ഇത് പറയുന്നതുകൊണ്ട് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പോലും എൻ്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ. ഫ്രീ ബി കൾച്ചറിന് പണ്ടും ഇന്നും യോജിപ്പില്ല. അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന അളവിൽ അർഹിക്കുന്ന കാലത്തേക്ക് അവരുടെ ലോങ് ടേം ഇമ്പ്രൂവ്മെൻറ്റ് കണക്കാക്കി വേണ്ട കാര്യങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാം. പക്ഷേ ബ്ലൈൻഡായിട്ടുള്ള ബർത്തിൻ്റെ ബേസിസിൽ മാത്രം ഡിസൈഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ, വെദർ ഇറ്റ് ബി സെക്സ്, റിലീജിയൻ ഓർ എനി അതർ തിങ്, കാസ്റ്റ് ഓർ എനി അതർ തിങ്, അതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു ആനുകൂല്യത്തോടെ ഈ സിവിലൈസ് സൊസൈറ്റിയിൽ 2026 യോജിക്കാൻ നിവർത്തിയില്ല എന്നുള്ള കാര്യം ഒന്നുകൂടി എടുത്തു പറയുന്നു. സോ നമ്മൾ മൊത്തത്തിൽ മാറി ചിന്തിച്ചാൽ നമുക്ക് തന്നെ നല്ലതായിരിക്കും. മുന്നോട്ടുള്ളൊരു പ്രോപ്പർ ഹിതത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോപ്പർ വിഷൻ ആണ് വേണ്ടത്. ഇമ്മീഡിയറ്റ് ഗെയിംസിൻ്റെ പേരിൽ മാത്രമുള്ളൊരു മയോപിക് വിഷൻ അല്ല എന്നുള്ളത് ഒന്നുകൂടി പറയുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് എൻ അൺപോപ്പുലർ ഒപ്പീനിയൻ, ബട്ട് പ്ലീസ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ലോജിക്കും നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ ഒരു കടപ്പാടും എല്ലാം വെച്ചിട്ട്, പാർട്ടി സംസ്ഥാന ഭേദമൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ. സത്യസന്ധമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ, ഞാൻ ഈ പറയുന്നത് ശരിയല്ലേ എന്ന്. താങ്ക് യു.